നമസ്കാരം. ഒരാളുടെ തൊഴിൽ ഒഴിവാക്കിയിട്ട് മറ്റൊരാൾ പിടിച്ചു കയറുക എന്നുള്ളത് അത്യന്തരം ചെറ്റത്തരം തന്നെയാണ് എന്ന് പറയാതെ പറ്റില്ല. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പോലും ഇപ്പോൾ ചർച്ചയാവുന്നത് അതുല്യ പ്രതിഭയായിരുന്ന മൺമറഞ്ഞു പോയ നടൻ തിലകന്റെ കാര്യമാണ്. തിലകൻ അന്ന് പറഞ്ഞു വെച്ചത് തന്നെയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. അതെ, പക്ഷേ ഒരു കാര്യമുണ്ട്, അന്നത്തെ ആ പ്രമുഖ സംഘം തന്നെയാണോ ഇന്നുമുള്ളത് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. പക്ഷേ അന്ന് പറഞ്ഞതിലും ചില നടന്മാരുടെ പേര് പറയുന്നുണ്ട്. ദിലീപ്, മോഹൻലാൽ, ഫെഫ്കയുടെ അന്നത്തെ നേതാവായിരുന്ന ബി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരുടെ പേരുകളൊക്കെ നടൻ തിലകൻ പറയുന്നുണ്ട്. ഗണേശന്റെ പേര് പറയുന്നുണ്ട്. ഗണേശന് അദ്ദേഹത്തോടുണ്ടായിരുന്ന വെറുപ്പിന്റെയും ഒക്കെ ഒരു പാരമ്യത്തിലാണ് അദ്ദേഹത്തെ തല്ലാൻ ആളെ വിട്ടത് എന്ന് പോലും അദ്ദേഹം പറയുന്നുണ്ട്. അത്രയേറെ മ്ലേച്ഛകരമായ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരുന്ന ഒരു മേഖല തന്നെയാണ് സിനിമാ മേഖല. ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാത്തിനും ഒരു നല്ലതും കെട്ടതും ഉണ്ടല്ലോ. നമുക്കതുകൊണ്ട് അതൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും എല്ലാവരെയും പുച്ഛിച്ച് തള്ളിക്കൊണ്ട് നടക്കുന്ന ഒരു മന്ത്രി കൂടിയാണ് ഇന്ന് KB ഗണേഷ് കുമാർ. KB ഗണേഷ് കുമാർ എന്തിനെങ്കിലും ഒന്ന് പുച്ഛത്തോടെ അല്ലാതെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ അത് നമുക്ക് ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ നോക്കിയാൽ അറിയാം, മുൻ മന്ത്രി ചെയ്തു വെച്ചതിനെയെല്ലാം വളരെ പുച്ഛത്തോടു കൂടി മാത്രം കണ്ടിട്ടുള്ള ഒരാളാണ്. MLA ആയിരുന്നപ്പോഴാണെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. ആഞ്ഞടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര ആഞ്ഞടിയായിരുന്നു. പക്ഷേ മന്ത്രിസ്ഥാനം കൈ കിട്ടിക്കഴിഞ്ഞപ്പോ അടയും ചക്കരയും പോലെയായി, ഒന്നും മിണ്ടാനില്ല. അപ്പോഴാണ് ഇടിവെട്ടേറ്റതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഗണേശന് സഹിക്കോ, മുകേഷിന് സഹിക്കോ, ലാലേട്ടന് സഹിക്കോ, ആർക്കൊക്കെ സഹിക്കാതിരിക്കും? പലർക്കും ദീനം തന്നെ, ദീനം കൊണ്ട് പൊറുതിമുട്ടി. ഈ റിപ്പോർട്ട് പുറത്തു വരുന്നു എന്ന് കേട്ടത് മുതൽ ദീനം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് പ്രമുഖ താരങ്ങൾ. ആ താരങ്ങളുടെ ഇടയിലേക്കാണ് തിലകനും ഗണേശനും തമ്മിലുള്ള പോര് വരുന്നത്. പക്ഷെ ഇത് ഗണേശനായിട്ടുള്ള മാത്രമുള്ള പോരാണോ? ഗണേശൻ മാത്രമല്ലല്ലോ അതിൽ പോര് കളിച്ചിട്ടുള്ളത്. ഗണേശന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്, അതായത് ഒരു സമയത്ത് തിലകനെ സിനിമയിൽ നിന്ന് വിലക്കുന്നു. തിരിച്ച് സിനിമയിൽ നിന്ന് വിലക്കിയതിനു ശേഷം തിലകൻ സീരിയലിൽ അഭിനയ രംഗത്ത് തുടരുകയാണ്. മറ്റൊരുവൾ എന്നൊരു സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അതിലുള്ള അവസരം പോലും ആത്മാ പ്രസിഡന്റ് ആയിരുന്ന ആൾ നിഷേധിക്കുന്നത്. ആത്മാ പ്രസിഡന്റ് ആയിട്ട് ഒരാളെ ഇതുവരെ ഇരുന്നിട്ടുള്ളൂ, അത് KB ഗണേഷ് കുമാർ ആണ് എന്നുള്ളത് രാശിവെക്കാതെ തന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ അതിലൊരു ഒളിച്ചുകളിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. തീർത്തും ആത്മയുടെ സംഘടനാ നേതാവായിരുന്ന ഗണേഷ് കുമാർ തീർത്തും ആത്മാവില്ലാത്ത ഒരാളാണ് എന്നുള്ളത് ഒരാളുടെ തൊഴിൽ കൃത്യമായി ഇല്ലാതെയാക്കുക, പ്ലാൻ ചെയ്ത് ഇല്ലാതെയാക്കുക എന്നത് നടപ്പിലാക്കിയതിലൂടെ തന്നെ വ്യക്തമാക്കുന്ന ഒരാൾ കൂടിയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പ്രമുഖരിൽ ഗണേശാണോ? ഗണേഷ് പ്രമുഖനാണോ എന്ന് ചോദിച്ചാൽ പ്രമുഖനാണ്. പല കാര്യങ്ങളിലും ചില താല്പര്യങ്ങളിലുമൊക്കെ പുള്ളി വളരെ പ്രമുഖനാണ്. ആ കഥകളൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. പണ്ട് ആരോ ഇടിച്ച്, ആരുടെയോ ഭർത്താവൊക്കെ വന്ന് ഇടിച്ച് കണ്ണൻ ചെവിയൊക്കെ പോയ കഥയെ അതൊക്കെ നമുക്കറിയാമല്ലോ. അതിന് മുൻപും ഇനി ആത്മാ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഗണേശൻ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു നടിമാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയും. അവരുടെ നിവൃത്തികേടാണ്, ഉപജീവന മാർഗം അതാണ്. നിന്ന് വഴി പിഴച്ചു പോകണ്ടേ, അതിനു വേണ്ടി വഴിവിഴപ്പിക്കുന്ന ഗണേശനായി മാറി. ആ ഗണേശനാണ് ഇത്രയേറെ അതുല്യ പ്രതിഭയായിരുന്ന തിലകനെ ഇതിൽ നിന്നെല്ലാം വെട്ടി മാറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോഴേക്കും തിലകൻ തന്നെ പറയുന്നു, ആ മീശമാധവൻ എന്ന സിനിമയിൽ അഭിനയിച്ച പ്രധാന നടൻ അതെന്റെ ശത്രുവാണെങ്കിൽ പോലും അതിന്റെ സംവിധായകൻ എന്നോട് വളരെ കാര്യമായി പെരുമാറിയിട്ടുണ്ട്. പക്ഷേ ആ നടൻ ഉൾപ്പെടെയുള്ളവർ ചേർന്നിട്ടാണ് ആ മാഫിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് എന്നുള്ളത്. ആ നടൻ ഉൾപ്പെടെയുള്ളവർ ചേർന്നിട്ടാണ് തിലകൻ പറഞ്ഞിരുന്ന മാഫിയ സംഘം ഉണ്ടായിട്ടുള്ളത്. ആ മാഫിയ സംഘത്തിൽ പലരും ഇന്നും ഇതിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പല കാര്യങ്ങളും വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ ഈ നടന്മാർക്ക് എല്ലാവർക്കും ആകെ ഒരു വിഭ്രാന്തിയാണ് ഇത് പുറത്തു വന്നതോടുകൂടി. കാരണം ഇത് വെച്ച് നോക്കിയാൽ തിലകന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അതിൽ കൃത്യമായി ചിലരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പറയുന്ന ആളുകൾക്കൊക്കെ ഇപ്പൊ ആകെ ഒരു എന്താ പറയാ അണുബാധ,
പലരും നാട് വിട്ടു പോകാൻ ഒരുങ്ങുന്നു, പലരും മിണ്ടാട്ടം മുട്ടുന്നു. ഈ മിണ്ടാട്ടം മുട്ടുക എന്നുള്ളത് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രത്യേക സമയത്ത് മാത്രം സംഭവിക്കുന്ന ഒരു പ്രത്യേക അസുഖമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പ്രമുഖരെല്ലാവരും കൂടി ചേർന്ന് ആ നടനെ പൂർണ്ണമായും അതിൽ നിന്ന് നീക്കുകയാണ്. ഇതിനിടെ ഗണേശൻ മാത്രമാണോ ഉപദ്രവിച്ചത് എന്ന് ചോദിച്ചാൽ അല്ല. ഗണേശന്റെ വാലായി നടന്നിരുന്ന ഒരു വാലാട്ടിയായിരുന്ന ആളുണ്ട്, പൂജപ്പുര രാധാകൃഷ്ണൻ. പുള്ളി തിരുവനന്തപുരം ജില്ല, പുള്ളിയുടെ അതായത് ഗണേശന്റെ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയോ പ്രസിഡന്റോ മറ്റോ ആണ്. അദ്ദേഹവും ഇദ്ദേഹത്തെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. കൂടാതെ അമ്മ പ്രസിഡന്റ് ആയിരിക്കെ തന്നെ ഇദ്ദേഹം, അതായത് ഗണേശൻ, അമ്മയിൽ നിന്ന് ഫണ്ട് വെട്ടിച്ച് തനിക്ക് വേണ്ടപ്പെട്ട 2 പേർക്ക് വീട് പണിത് കൊടുക്കുന്നു. ഇതെല്ലാം അറിയുകയും ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പുറത്തു വന്നിട്ടുള്ള കേസുകളാണ്. എന്തായാലും അമ്മയിൽ ഇരുന്നു കൊണ്ട് അമ്മ രൂപീകരിച്ചത് പോലും ഗണേശനാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ തിലകനെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പറഞ്ഞല്ലോ, തിലകനെ തല്ലാൻ ആളെ വിട്ട മഹാനാണ് ഗണേഷ് കുമാർ. ആ ഗണേശൻ ആത്മാ പ്രസിഡന്റായി നിന്ന് മാറി അമ്മ ഉണ്ടാക്കിയതിന് ശേഷം അമ്മയിൽ നിന്ന് തന്നെ പുറത്തു പോവുകയും അമ്മയെ പറ്റി ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു നടക്കുകയും ചെയ്യും. എന്തായാലും ഈ സംഘടനയെ അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല. ഒരമ്മ മനസ്സല്ല ഈ സംഘടനയ്ക്കുള്ളത് എന്നുള്ളത് അവരുടെ നിലപാടുകൾ കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ടറിയാം. മാത്രമല്ല, തിലകൻ കൃത്യമായി പറയുന്നുണ്ട്, ഈ കോക്കസ്, അതായത് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന സിനിമയിലേക്ക് അതിന്റെ പ്രൊഡ്യൂസർ വന്ന് തന്റെ വീടിനുള്ളിൽ വന്ന് തനിക്ക് അടുത്തിരുന്ന് കസേരയിലിരുന്ന് സംസാരിക്കുകയും അത് തിലകൻ ചേട്ടൻ തന്നെ അവരുടെ വേഷം, അച്ഛനായിട്ടുള്ള വേഷം ചെയ്യണമെന്ന് പറയുകയും 25 ദിവസത്തെ ഡേറ്റ് വാങ്ങിച്ചു കൊണ്ടുപോവുകയും അഡ്വാൻസ് തരികയും ചെയ്തു പോയതാണ്. പിന്നീട് അദ്ദേഹം അറിയുന്നത് തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ്. എന്നിട്ട് തിലകൻ ആ പ്രൊഡ്യൂസറെ വിളിക്കുമ്പോൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? തിലകനോട് പറയുന്നത്, അവർ തീരുമാനിച്ചു, അതായത് ചില ചേംബർ ഓഫ് കൊമേഴ്സ് ഒക്കെ പറയുന്നു ഇത് വേണ്ട എന്ന് പറയുന്നു, ഇത്ര കോടിക്ക് മുകളിലേക്ക് ബജറ്റ് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുന്നു, അതുകൊണ്ട് ചേട്ടനെ ഒഴിവാക്കുകയാണ്. ആരാണ് ഇത് പറയുന്നത്? ആരാണ്? ചേംബർ ഓഫ് കൊമേഴ്സ് ആണ് പറഞ്ഞത്. ആ ചില ആളുകൾ, പർട്ടിക്കുലർ ആളുകൾ ഇതിന് അനുകൂലമായി നിൽക്കുകയും പക്ഷെ അണ്ടർഗ്രൗണ്ടിലൂടെ ചരട് വലിക്കുകയും ചെയ്യുന്നു. ചേട്ടാ, എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ, ചേട്ടനെ അഭിനയിപ്പിക്കാൻ എനിക്ക് നിർവാഹമില്ല എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ. ആരായിരുന്നു ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ അഭിനയിച്ചിരുന്നത്? മോഹൻലാൽ, ദിലീപ്, മമ്മൂട്ടി, സുരേഷ് ഗോപി, സായികുമാർ. എന്നിട്ട് സായികുമാറിനാണ് ഈ വേഷം നൽകിയത്. സായികുമാർ ഒരു വാക്ക് പോലും എന്തുകൊണ്ട് തിലകൻ എന്ന് പറഞ്ഞ പ്രതിഭയെ അഭിനയിപ്പിക്കാൻ വെച്ചിരുന്ന വേഷം തനിക്ക് തന്നുവെന്നോ തിലകനോട് വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് ചേട്ടാ ഇങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അത് മാറ്റിയത് എന്നുള്ളൊരു വാക്ക് വിളിച്ച് ചോദിക്കുകയോ അതിനുള്ള ഒരു മര്യാദ പോലും ആ നടൻ കാണിച്ചില്ല. ആ നടൻ അത് കാണിക്കാതിരുന്നത് ഏറ്റവും വലിയ മര്യാദ കേടല്ലേ? ഈ സംഘടനകളൊക്കെ എന്തിനാണെന്ന് അന്നേ ചോദിക്കുന്നുണ്ട് തിലകൻ, കൃത്യമായി ചോദിക്കുന്നുണ്ട്. ഒരാളുടെ വയറ്റിപ്പിഴപ്പ് ഇല്ലാതെയാക്കാനാണോ ഒരു സംഘടന ശ്രമിക്കേണ്ടത്? കൂടെ നിർത്താനല്ലേ? ഞാൻ വിനയന്റെ ഒരു സിനിമയിൽ അഭിനയിച്ചതിനാണോ ഇവർ എന്നോട് ഇങ്ങനെ പകവീട്ടുന്നത്? അത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. ഒരു സംഘടന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് എല്ലാവരെയും ഒരുപോലെ കാണേണ്ടതല്ലേ? അതിൽ ചില പവർ ഗ്രൂപ്പുകൾ അന്നേ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് തിലകന്റെ അന്നത്തെ വാക്കുകളിൽ നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും തിലകൻ ആ ചില പേരുകൾ വിളിച്ചു പറയുന്ന വീഡിയോ നമ്മൾ പുറത്തുവിടുകയാണ്. എനിക്ക് അമ്മയോട് ബഹുമാനമാണ്, എന്നെ പെറ്റമ്മയോടും അമ്മ എന്ന സംഘടനയോടും എനിക്ക് ബഹുമാനമാണ്. ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചു എന്ന് പറയരുത്. അങ്ങനെ പറയുന്നുണ്ട്, അതെന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ തുറന്നു പറയുന്നു, അമ്മയോട് എനിക്ക് ബഹുമാനമാണ്, അമ്മ എന്ന സംഘടനയോടും. പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ്. ഒരു മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. അതുപോലെ തന്നെ ഫെഫ്കയിലും. ഇനി പറയാം ക്രിസ്ത്യൻ ബ്രദേഴ്സിന് എന്ത് സംഭവിച്ചു എന്ന്. ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിന് വേണ്ടി അതിന്റെ പ്രൊഡ്യൂസറായ ഈ സുബൈർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഈ വീട്ടിൽ ഇവിടെ വന്നിരുന്ന് ഈ കസേരയിൽ ഇരുന്നിട്ട് എന്നോട് വളരെയധികം സംസാരിച്ചു. അതിനു മുമ്പ് അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. മീശമാധവൻ എന്ന പടത്തിന്റെ പ്രൊഡ്യൂസറാണ് ഞാനെന്ന്. മീശമാധവനിൽ അഭിനയിച്ച പ്രധാന നടൻ എന്റെ ശത്രുവാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമായിട്ടാണ് സംസാരിച്ചത്. ഞാൻ എന്റെ ബാപ്പയെ പോലെ കാണുന്നു എന്ന് പറഞ്ഞു.
ഞാനും എൻ്റെ ഒരു മകന്റെ സ്ഥാനത്ത് വിളിച്ചുകൊണ്ട് സംസാരിച്ചു. ഞാൻ ഇനിയും വരും ചേട്ടനെ കാണാൻ പറഞ്ഞു. അങ്ങനെ രണ്ടാമത് വന്നത് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നുള്ള ചിത്രത്തിന് എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ തുകയ്ക്ക് അദ്ദേഹം സമ്മതിച്ച് എനിക്ക് അഡ്വാൻസ് നിന്ന് എന്നെ ബുക്ക് ചെയ്യുന്നു. എന്റെ 25 ദിവസമാണ് മേടിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ചിത്രം ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സ് നടന്നില്ല. അതിന് സുബൈർ എന്നെ വിളിച്ച് പറഞ്ഞ കാരണം, ഇത് ചേംബർ ഓഫ് കൊമേഴ്സുകാർ സമ്മതിക്കുന്നില്ല. കാരണം 3.5 കോടി രൂപയിൽ കൂടുതൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്ന ചിത്രങ്ങൾ അനുവദിക്കുകയല്ല എന്നൊരു തീരുമാനമുണ്ട്. അതുകൊണ്ട് സമ്മതിക്കുന്നത് ഒരു 10 കോടി രൂപയെങ്കിലും വരും. ഇതിൽ മോഹൻലാലും ദിലീപും പിന്നെ വേറെ ചിലരൊക്കെ അഭിനയിക്കുന്നുണ്ട്. തമിഴ് നടനായ ഒരു അർജുൻ അഭിനയിക്കുന്നുണ്ട്, എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഇവരുടെ അച്ഛനായിട്ടാണ് ചേട്ടൻ അഭിനയിക്കേണ്ടത്. ചേട്ടനല്ലാതെ മറ്റൊരാളെ ഞാൻ കാണുന്നില്ല, മറ്റൊരാളില്ല എന്ന് വ്യക്തമായിട്ട് സുബൈർ എന്റെ വീട്ടിലിരുന്ന് എന്റെ കൂരയ്ക്ക് താഴെ ഇരുന്ന് പറഞ്ഞാണ്. എന്തുകൊണ്ട് ഈ സുബൈർ എന്നെ മാറ്റി? ഞാൻ സുബൈറിനെ വിളിച്ച് ചോദിച്ചു, നേരിട്ട് വിളിച്ചു, എന്ത് പറ്റി സുബൈറെ? സുബൈർ എന്നോട് പറഞ്ഞത്, ചേട്ടാ അവര് സമ്മതിക്കുന്നില്ല. ഞാൻ ആരാണ് ഈ അവരെന്ന് വെച്ചാൽ അത് പിന്നെ ഈ ഫെഫ്ക. അമ്മയൊന്നും പറഞ്ഞില്ല കേട്ടോ, അമ്മയൊന്നും പറഞ്ഞിട്ടില്ല, അമ്മ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഫെഫ്കയേക്കാൾ വലിയ ഒന്നാം പ്രതി അമ്മയാണെന്ന്. ഞാൻ സുബൈറിനോട് ചോദിച്ചു, ഇവർക്കെന്ത് കാര്യം ഇത് പറയാൻ? ഈ ഫെഫ്കയ്ക്ക് എന്ത് കാര്യം ഇത് പറയാൻ? ഒരു സംഘടന ഒരു തൊഴിലാളിയുടെ തൊഴിലെ നിഷേധിക്കലാണോ, ഉപരോധിക്കലാണോ ഒരു സംഘടനയുടെ കർമ്മം? അതാണോ അവരുടെ നയം എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞ്, അത് അവരങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ, അവരുടെ നയം അതല്ലെന്ന് പറയുകയും അവർ അണ്ടർഗ്രൗണ്ടിലൂടെ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞാൻ പലയിടത്തും വിളിച്ചന്വേഷിച്ചു, ഇങ്ങനെ ഉണ്ടോ ഒരു സംഗതി. അപ്പൊ ശരിയാണ്. എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള മാള അരവിന്ദൻ, ക്യാപ്റ്റൻ രാജു, ഇങ്ങനെയുള്ള പലരും ഉണ്ട്. അവരെ എല്ലാം നിരോധിച്ചിരിക്കുകയാണ്. അവരെ ഒന്നും ഇനി മലയാള ചിത്രത്തിൽ അഭിനയിപ്പിക്കരുതെന്ന് നമ്മളുടെ ഇപ്പോഴുള്ള സൂപ്പർ സ്റ്റാറിൽ ഒരാൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് പോലും, അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ. അപ്പം ഇവിടുത്തെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ആ സൂപ്പർ സ്റ്റാർ എന്നർത്ഥം. പണ്ട് രാഷ്ട്രീയക്കാർ പറഞ്ഞല്ലേ, കരുണാകരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കരുണാകരൻ എന്ന് പറഞ്ഞുണ്ടാക്കിയതുപോലെ മലയാള സിനിമയിൽ ഇനി അഭിനയിക്കേണ്ടെന്ന് 2 പ്രാവശ്യം തീരുമാനിച്ചാണ്. അപ്പോഴൊക്കെ പ്രേക്ഷകരുടെ കത്തും മറ്റുള്ള ചില പ്രേരണയാണ്, ചില പുരസ്കാരങ്ങൾ കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും നിന്നത്.